എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ എവല്യൂഷനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങിയ കാലം മുതലേ തന്നെ നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയും നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. ചുറ്റുമുള്ള ഈ ജീവജാലങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളത് വലിയ കൗതുകം നിറഞ്ഞ ചോദ്യമായിരുന്നു. അതിന് നമുക്ക് ഉത്തരം ലഭിക്കുന്നത് ജീവപരിണാമത്തിലൂടെയാണ്. നമ്മുടെ ചുറ്റുമുള്ള ജൈവ വൈവിധ്യത്തിൻ്റെ രൂപീകരണം ഇന്ന് കാണുന്ന രീതിയിൽ എങ്ങനെ സംഭവിച്ചു എന്ന് വിശദീകരിക്കുന്നതാണ് എവല്യൂഷൻ. എവല്യൂഷൻ പഠിക്കുമ്പോൾ അതിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച കാര്യം അത് ഉണ്ടാക്കി തന്ന ഒരു അനുഭൂതിയാണ്. അതായത് എവല്യൂഷൻ പറയുന്നത് ഞാനും നിങ്ങളും നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവജാലങ്ങൾ, പട്ടിയും പൂച്ചയും ആനയും അതുപോലെ തന്നെ മരങ്ങളും പുഴുക്കളും എല്ലാ ബാക്ടീരിയകളും ജീവനുള്ള എല്ലാ വസ്തുക്കളും ഒരു പൊതു പൂർവീകനിൽ നിന്നാണ് വരുന്നത്. നമുക്കെല്ലാവർക്കും കോമൺ ആയിട്ട് ഒരു പൊതു പൂർവീകനുണ്ട് എന്നാണ് എവല്യൂഷൻ പറയുന്നത്. റിലേറ്റീവ്സ്, നമ്മളെല്ലാവരും ബന്ധുക്കളാണ്. നമുക്ക് പരസ്പരം സ്നേഹിക്കാനായിട്ടുള്ളൊരു വഴി തുറന്നിട്ട് തരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ വള്ളത്തോളൊക്കെ പറയുന്ന പോലെ ലോകമേ തറവാട്, എനിക്ക് പുൽക്കളും പുഴുക്കളും ചെടികളും കൂടുതൽ കുടുംബക്കാർന്നും ആ രീതിയിലുള്ളൊരു ലോകവീക്ഷണമായിട്ട് എവല്യൂഷനെ മനസ്സിലാക്കി ഒരു അനുഭൂതിയിലോട്ട് എത്തുന്ന ഒരു സാഹചര്യം വളരെയധികം ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു തിയറിയാണ്. അതൊരു റിജിഡായിട്ട് അവിടെ നിലനിൽക്കുന്നതാണെന്ന് പറയുമ്പോഴും ഞാനിപ്പോൾ പറഞ്ഞത് എൻ്റെ ഒരു വേ ഓഫ് വായിച്ചെടുക്കലാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ ഒരു ഇൻ്റർപ്രിട്ടേഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ. ഒരു സിനിമ കാണുന്ന സമയത്ത് അത് ഒരാൾ മനസ്സിലാക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾ അതിനെ കാണും. വ്യത്യസ്തമായിട്ടുള്ള വായിച്ചെടുക്കലുകൾ സംഭവിക്കും. അതേപോലെ തന്നെ എവല്യൂഷനും ഇതേ കാര്യം ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതിനകത്ത് പലതും വികൃതമായിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ചരിത്രത്തിൽ വളരെ വലിയ വംശീയതയ്ക്കും കൂട്ടക്കുരുതികൾക്കും വഴിവെക്കുന്ന തരത്തിൽ ഭീകരാന്തരീക്ഷത്തിന് എവല്യൂഷൻ കാരണമായിട്ടുണ്ട്. നൗ ലെറ്റ്സ് ഡിസ്കസ് ദ ഡാർക്ക് സൈഡ് ഓഫ് എവല്യൂഷൻ. പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഫിലോസഫറായ ഹെർബർട്ട് സ്പെൻസറിനെ പോലുള്ളവർ ഡാർവിൻ ഒറിജിൻ ഓഫ് സ്പീഷീസിൽ വിശദീകരിച്ച ജീവജാലങ്ങളുടെ പരിണാമവുമായിട്ട് ബന്ധപ്പെട്ട ഈ പരിണാമ സിദ്ധാന്തം നേരെ എടുത്ത് മനുഷ്യരായിട്ട് നമ്മളുണ്ടാക്കിയ സോഷ്യൽ സ്ട്രക്ചറിൽ നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്തു. ഇതിൻ്റെ ഭാഗമായിട്ട് ഡാർവിൻ പറയുന്ന സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, ശക്തരായിട്ടുള്ളവർ പരിണമിക്കുന്നു, ശക്തരായിട്ടുള്ളവർക്ക് അതിജീവനം ഉറപ്പാകുന്നു. ഇതേ കാര്യം നമ്മുടെ സൊസൈറ്റിയിൽ കൊണ്ടുപോയി അപ്ലൈ ചെയ്യുമ്പോൾ അത് വലിയ തോതിൽ റേസിസത്തിന് കാരണമാകുന്നതായിട്ട് നമുക്ക് കാണാം. ശക്തിയുള്ള, ജനറ്റിക്കലി ഏറ്റവും മികച്ച വ്യക്തികൾക്ക് സർവൈവൽ ഉറപ്പാകുന്നു, അല്ലാത്തവർ കാലക്രമേണ നശിച്ചു പോകുന്നു. ഡാർവിൻ്റെ ബുക്കായിട്ടുള്ള ദി ഡിസെൻറ്റ് ഓഫ് മാൻ എന്ന് പറയുന്നതിലും ഏറെക്കുറെ ഈ കാര്യം പുള്ളിക്കാരനൊരു വരിയിലായിട്ട് പറയുന്നുണ്ട്. ഇത് കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ മനുഷ്യ സമൂഹത്തിനെ വർഗങ്ങളായിട്ട് തിരിച്ച് ഒരു വിഭാഗം മുകളിലും ഒരു വിഭാഗം താഴെയുമാണ്. ജനറ്റിക്കലി അങ്ങനെ വരും. ഇപ്പോൾ ജപ്പാൻകാരൻ്റെ ഐക്യു 112ആണ്, ആഫ്രിക്കക്കാരൻ്റെ ഐക്യു 60ആണ്, ഇന്ത്യക്കാരൻ്റെ ഐക്യു 70ആണ്, അതേപോലെ യൂറോപ്യൻസിൻ്റെ ഐക്യു 100 എബോ ആണ്. ഈ രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ചിലപ്പോൾ നിങ്ങളും കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെ നോക്കുമ്പോൾ മനുഷ്യർക്ക് എവല്യൂഷണറി പേഴ്സ്പെക്റ്റീവിൽ നോക്കിയാൽ ഒരിക്കലും തുല്യരാവാൻ സാധ്യമല്ല. ഏറ്റവും മികച്ച റേസ് യൂറോപ്യൻസ് ആണ്, അല്ലെങ്കിൽ ഐക്യു കൂടിയ ഇനമാണ്. അങ്ങനെ ബ്രീഡുകളായിട്ട് പട്ടികളൊക്കെ തിരിക്കുന്ന പോലെ മനുഷ്യരെയും ഏറ്റവും വലിയ ബ്രീഡായിട്ടും ചെറിയ ബ്രീഡായിട്ടും കണ്ട് ഇതൊരു റേസിസ്റ്റ് മൂവ്മെൻറ്റിന് തുടക്കം കുറിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇതിനെയാണ് സോഷ്യൽ ഡാർവിനിസം എന്ന് വിളിക്കുന്നത്. ഇന്നും ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പൊക്കിപ്പിടിച്ചു നടക്കുന്ന മലയാളികളെ നമുക്ക് കാണാം. ലോകത്തെമ്പാടുള്ള ആളുകളുണ്ട്. ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം പറയുന്നത് പ്രകൃതിയെ ഫോളോ ചെയ്യും എന്നുള്ളതാണ്. പ്രകൃതിവാദികൾ, ഇപ്പോൾ നാച്ചുറൽ സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ മലയാളത്തിലൊരു യൂട്യൂബ് ചാനലുണ്ട്. അതായത് പ്രകൃതിയാണ് ശരി, ഡാർവിൻ്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ് എവല്യൂഷൻ ശരിയാണെങ്കിൽ പ്രകൃതിപരമായിട്ടുള്ള രീതിയിലാണ് മനുഷ്യനും ജീവിക്കുന്നത്. സോ പ്രകൃതി പറയുന്നത് ശക്തരായിട്ടുള്ളവർ കൂടുതൽ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവർ കൂടുതൽ നേട്ടങ്ങൾ കൊയ്യും. അത് ഒരു ദുർബലനെ സഹായിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. ദുർബലനെ സഹായിക്കുന്നത് പ്രകൃതി പറഞ്ഞിട്ടുള്ള കാര്യമല്ല. ദുർബലർ ഇല്ലാതാവണം,
ശക്തിയുള്ളവർ മുന്നോട്ട് പോകണം, അങ്ങനെയാണ് മികച്ച ഒരു മനുഷ്യ സമൂഹം ഉണ്ടാവാം എന്നാണ് ഈ വാദത്തിൻ്റെ ഒരു ഉള്ളടക്കം. വിവേചനങ്ങൾ പണ്ട് മുതലേ എല്ലാ നാട്ടിലും പല രീതിയിൽ നിലനിന്നിരുന്നു. ഇപ്പോൾ കേരളത്തിൽ മനുഷ്യരെ മൃഗങ്ങളെപ്പോലെ കണ്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, താഴ്ന്ന ജാതി എന്നൊക്കെ പറഞ്ഞിട്ട്. എവല്യൂഷൻ ഒന്നും പഠിച്ചിട്ടല്ല. എനിവേ, ഈ ഒരു എവല്യൂഷൻ സൊസൈറ്റിയിൽ അപ്ലൈ ചെയ്യുന്ന ഈ ഒരു സിസ്റ്റം വന്നതോടുകൂടി സയൻറ്റിഫിക് റേസിസം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടത്. സയൻസ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ റാസിസം വളരുന്ന ഒരു സിറ്റുവേഷൻ. നാസി ജർമ്മനിയിലെ അഡോൾഫ് ഹിറ്റ്ലറൊക്കെ ഇതിനെ പിൻപറ്റിയിരുന്നവരാണ്. അതായത് ഒരു റേസ് വളരെയധികം വലുതാണെന്ന് ചിന്തിക്കുകയും മറ്റൊരു വംശം അധകൃതരാണ് അല്ലെങ്കിൽ കഴിവില്ലാത്തവരാണ്, അവരെ പ്രോത്സാഹിപ്പിക്കരുത്, അവരെ വളരാൻ വിടരുത് എന്ന് ചിന്തിക്കുകയും ഇത്തരത്തിൽ മികച്ച വ്യക്തികൾ മാത്രമുള്ളൊരു സമൂഹത്തെയാണ് ഹിറ്റ്ലർ സ്വപ്നം കണ്ടത്. അങ്ങനെയുള്ളവരെ കൂടുതലായിട്ട് ഇണചേർന്ന് പുതിയ കുട്ടികൾ ഉണ്ടാക്കുകയും അല്ലാത്തവരെ ഇണചേരാൻ അനുവദിക്കാതെ ഒരു വിഭാഗം പേര് കൊന്നുകളയുകയും എന്ന് പറയുന്ന ചിന്താഗതിയിലോട്ട് വരെ ഹിറ്റ്ലർ എത്തുന്നുണ്ട്. നമുക്കെല്ലാവർക്കും ചരിത്രത്തിൻ്റെ ഏറ്റവും വികൃതമായിട്ടുള്ള ഈ താളുകൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇതിനെയാണ് യൂജനിക്സ് എന്ന് വിളിക്കുന്നത്. തനിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും മികച്ച റേസുകളെ മുന്നോട്ട് കൊണ്ടുപോവുകയും അല്ലാത്തവയെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന പ്രക്രിയ. ഇത് വംശീയതയുടെ അല്ലെങ്കിൽ റേസിസത്തിൻ്റെ ഒരു ഏറ്റവും മൂർധന്യാവസ്ഥയിലെത്തുന്നൊരു കാലഘട്ടമാണെന്ന് നമുക്ക് പറയാം. ഇത് സയൻസിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ എവല്യൂഷൻ്റെ അകമ്പടിയോടുകൂടി നടന്ന ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. മോഡേൺ സയൻസും ഇന്നത്തെ സോഷ്യോളജിയും ഇതിനെങ്ങനെ നോക്കിക്കാണും എന്ന് നമുക്കൊന്ന് വിശദീകരിക്കാം. പാടെ അവഗണിക്കപ്പെട്ട അല്ലെങ്കിൽ തള്ളപ്പെട്ട ഒരാശയധാരയാണ് സോഷ്യൽ ഡാർവിനിസം. ഹെർബർട്ട് സ്പെൻസർ അത് മുന്നോട്ട് വെച്ചെങ്കിലും അത് അദ്ദേഹത്തിനൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം, എവല്യൂഷൻ ഒരു പ്യുവർലി ബയോളജിക്കലായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. വർഷങ്ങളോളം സമയമെടുത്ത് ജീവികളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അത്. എന്നാൽ അദ്ദേഹം ഇതെടുത്ത് നേരെ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്തത് നമ്മളായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു സോഷ്യൽ സ്ട്രക്ചറിലോട്ടാണ്. സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. ജീവജാലങ്ങൾ തമ്മിൽ കോമ്പറ്റീഷൻ വരും, ഇണയ്ക്ക് വേണ്ടിയിട്ടും ഭക്ഷണത്തിന് വേണ്ടിയിട്ടും. അതിനകത്ത് ഏറ്റവും ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ജീവി സർവൈവ് ചെയ്യും. ഇതാണ് ബയോളജിക്കൽ എവല്യൂഷൻ പറയുന്നത്. എന്നാൽ ഹ്യൂമൻ സൊസൈറ്റീസ് ഇവോൾവ് ചെയ്യുന്നതും നിലനിൽക്കുന്നതും കോമ്പറ്റീഷൻ്റെ അടിസ്ഥാനത്തിലല്ല. അതിനേക്കാളും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കോപ്പറേഷനാണ്, സഹകരണം. മറ്റ് ജീവികളിൽ നിന്നും മനുഷ്യരെ വ്യത്യാസപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട 2 ഘടകങ്ങളാണ്. ഒന്ന്, നമ്മൾ ജീവിക്കുന്ന പ്രകൃതിയിൽ നമുക്കുള്ള ഒരു കൺട്രോൾ. മറ്റു ജീവജാലങ്ങളെല്ലാം തീനെ കണ്ടാൽ പേടിക്കുന്നു, എന്നാൽ നമ്മൾ മനുഷ്യർ അത് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാനും ആവശ്യമില്ലാത്തപ്പോൾ കെടുത്താനും അതിൻ്റെ മേലിലുള്ളൊരു കൺട്രോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അതേപോലെ തന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ്, മറ്റെല്ലാ ജീവികൾക്കും ഒരു പ്രത്യേക എണ്ണത്തിൽ കൂടുതലായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരു സിംഹം ഒരുപാട് സീബ്രകൾ ഓടിച്ചുവിടുന്നു, അതിനകത്ത് ഒരു സീബ്രയെ പിടിച്ചാൽ മറ്റു സീബ്രകൾ ഓടി രക്ഷപ്പെടാൻ നോക്കും. അതേസമയം മനുഷ്യൻ വ്യത്യസ്തനാവുന്നു ഇത്തരം സ്ഥലങ്ങളിൽ. നമ്മൾ പരസ്പരം ഒന്നിച്ചു നിൽക്കാനുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ചു. ഒരുപക്ഷെ പ്രകൃതിയുടെ അടിസ്ഥാന നിയമങ്ങൾക്കെതിരായിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്ട്രക്ചറുകളും കഥകളും കൊണ്ടുവന്നു. ആ കഥകളുടെ ഭാഗമായിട്ട് പരസ്പര സഹകരണം നമുക്ക് സാധ്യമായി. ഒരുപാട് മനുഷ്യർ ഒന്നിച്ചു പ്രവർത്തിക്കാൻ അത് കാരണമായി. ഇതാണ് മനുഷ്യ സമൂഹങ്ങൾ നിലനിൽക്കാനുണ്ടായ അടിസ്ഥാനമായിട്ടുള്ള ഘടകം. റഷ്യൻ ബയോളജിസ്റ്റായിട്ടുള്ള പീറ്റർ ക്രപ്പോത്കിൻ തൻ്റെ മ്യൂച്വൽ എയ്ഡ് എ ഫാക്ടർ ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ കോപ്പറേഷൻ എങ്ങനെയാണ് സർവൈവലിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഉറുമ്പുകളുടെയും മറ്റു തേനീച്ചകളുടെയും മറ്റു പല മാമൽസിൻ്റെ എക്സാമ്പിൾസ് എടുത്തിട്ട് ഇത് വിശദീകരിക്കുന്നുണ്ട്. സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് പോലെ തന്നെ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുന്ന ജീവജാലങ്ങൾക്കും സർവൈവലിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മോഡേൺ എവല്യൂഷണറി ബയോളജിയും സോഷ്യോളജിയും ആന്ത്രപ്പോളജിയും എല്ലാം എംഫസിസ് ചെയ്യുന്നൊരു കാര്യം, ഹ്യൂമൻ സക്സസ് ഡിപ്പെൻഡ്സ് ഓൺ കോപ്പറേഷൻ, അവർ ഷെയർഡ് നോളജ് ആൻഡ് അവർ കൾച്ചറൽ എവല്യൂഷൻ. നമ്മൾ ഉണ്ടാക്കി വെച്ച സൊസൈറ്റി ഒരു യുദ്ധക്കളമല്ല, പരസ്പരം വെട്ടിക്കൊന്ന് ആരാണ് ഏറ്റവും മികച്ചതെന്ന് കണ്ടുപിടിക്കാനായിട്ട്. ഇത് മനുഷ്യബന്ധങ്ങളുടെ ഒരു വലിയ ശൃംഖലയാണ്. അവിടെ എമ്പതിയും മ്യൂച്വൽ സപ്പോർട്ടിനും വളരെ വലിയ റിസൾട്ടുകൾ ഉണ്ടാക്കാൻ പറ്റും. രണ്ടാമത്, ഇപ്പോൾ നമ്മൾ ലൈഫിൽ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ റിച്ച് ആവണം, അതല്ലെങ്കിൽ നല്ല പവർഫുൾ ആവണം, ഇതിനൊന്നും ഒരു ജനറ്റിക് സുപ്പീരിയോറിറ്റി ഉണ്ടാവണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ IQ ടെസ്റ്റുകളൊക്കെ നടക്കുമ്പോൾ അതും ഏറെക്കുറെ ബയാസ്ഡ് ആണ് എന്ന് പറയേണ്ടി വരും. കാരണം ഒരാൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കഴിവ്, അല്ലെങ്കിൽ ഒരാൾക്ക് കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള കഴിവ്, ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് IQ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഒരാൾക്ക് നല്ലോണം നീന്താൻ കഴിവുണ്ട്, അല്ലെങ്കിൽ ഒരാൾക്ക് മറ്റെന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ അതൊന്നും ആ ടെസ്റ്റിൽ ഉൾക്കൊള്ളിക്കപ്പെടുന്നില്ല.
അതുകൊണ്ട് തന്നെ ഒരാളെ നമുക്കൊരു ഒറ്റ IQ ടെസ്റ്റ് വെച്ച് മൊത്തത്തിൽ വിലയിരുത്താൻ പറ്റില്ല. ചിലപ്പോൾ അയാളുടെ മേഖല അതിനപ്പുറത്ത് നിൽക്കുന്നതാവാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കാട്ടിൽ കുറച്ച് സിംഹങ്ങളുണ്ട്. അതിനകത്ത് ചില സിംഹങ്ങൾ ശാരീരികമായിട്ട് വളരെയധികം മെച്ചപ്പെട്ട് നിൽക്കുന്നവരായിരിക്കും. അവരുടെ ഘടാഘടിയനായിട്ടുള്ള ശരീരം കണ്ടിട്ട് നമ്മൾ അവരാണ് ആ റോള്, അവരാണ് ആ കാടിൻ്റെ രാജാവ്, അവരാണ് അതിനെ നയിക്കുന്ന ആൾക്കാർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരെക്കാളും സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള വേറെ സിംഹങ്ങൾ അവിടെ ഉണ്ടാവാം. അവർ പരസ്പരം കമ്പൈൻ ചെയ്ത് ജീവിക്കുന്നുണ്ടാവാം. അവർക്ക് അങ്ങനെ അത്തരത്തിൽ കൂടുതൽ ഭക്ഷണം ലഭിക്കുന്നുണ്ടാവാം. അതുകൊണ്ട് പിന്നെ IQൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും നമുക്കൊരു ആവറേജ് IQൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പോൾ ഐൻസ്റ്റീനേക്കാളും വളരെയധികം IQ കൂടിയിട്ടുള്ള ആളുകൾ ലോകത്ത് ജീവിക്കുന്നുണ്ട്, നിലവിൽ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ അവർ ഐൻസ്റ്റീൻ ചെയ്ത ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഒരാളുടെ സക്സസ്സിന് അയാളുടെ സോഷ്യലും അയാളുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ IQ എന്നുള്ളതൊരു ഏകമാത്രമായ കാര്യം വെച്ചുകൊണ്ട് ഒരാൾ സുപ്പീരിയറാണ്, ഒരാൾ ഇൻഫീരിയറാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മൂന്നാമത്, സോഷ്യൽ ഡാർവിനിസത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഫോളോവേഴ്സിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേച്ചറിൽ എന്ത് സംഭവിക്കുന്നു അതൊക്കെ ശരിയാണെന്ന് അസ്യൂം ചെയ്യും. ഇതിനെ നാച്ചുറലിസ്റ്റിക് ഫാലസി എന്നാണ് വിളിക്കുക. വയലൻസ് നേച്ചറിൽ നടക്കുന്നൊരു കാര്യമാണ്, വയലൻസ് ശരിയാണ് എന്ന് ചിന്തിക്കും. റേപ്പ് നേച്ചറിൽ നടക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് അത് നമ്മൾക്ക് നമ്മളുണ്ടാക്കിയ സൊസൈറ്റി കൊണ്ടൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇത് ഷാർക്കുകൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇത് ഇവിടെയും അപ്ലിക്കബിൾ ആവും എന്ന് പറയുന്നത് ശരിയല്ല. അതിനപ്പുറത്തോട്ട് ചിന്തിച്ച് സ്ട്രക്ചറുകൾ ഉണ്ടാക്കി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബിൽഡ് ചെയ്ത് ഇത്തരത്തിൽ ഉണ്ടാക്കിയെടുത്തത് കൊണ്ടാണ് മനുഷ്യരാകുന്നത്. നമുക്ക് ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും നമ്മുടെ കോർപ്പറേഷൻ കൊണ്ടും സോഷ്യൽ സിസ്റ്റത്തിൻ്റെയും കോൺട്രിബ്യൂഷനാണ്. എങ്കിലും ഇപ്പോൾ സൈക്കിളിന് പോകുന്നവരെ ഓടിച്ചിടാന്നുള്ളത് പട്ടിയുടെ വിനോദമാണ്. ജന്മനുള്ളത് വരെയാണെന്ന് പറയുന്ന പോലെ ഗ്രൂപ്പുകളായിട്ട് ചേരാനും അതിനകത്ത് ഏറ്റവും സുപ്പീരിയറായിട്ട് വരാൻ കോമ്പീറ്റ് ചെയ്യാനും ഗ്രൂപ്പുകൾ തമ്മിൽ തല്ലാനും ഒക്കെയാണ് നമ്മളുടെ വന്ന വഴി നമ്മളെ പ്രേരിപ്പിക്കുന്നത്. എന്നിരിക്കുമ്പോഴും അതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റിയതുകൊണ്ടാണ്, നമ്മൾ കുറച്ചെങ്കിലും ചിന്തിച്ചുകൊണ്ടാണ് നമ്മളിന്ന് ഇത്രമാത്രം സെറ്റപ്പായത്. ഇപ്പോൾ കടുവകൾക്കോ ഏതെങ്കിലും ഒരു മൃഗങ്ങൾക്കോ ഒരു വേൾഡ് കപ്പ് പോലെ നമ്മൾ ഇന്നിരിക്കുന്ന പോലെ അത്രയും വലിയ സ്റ്റേഡിയത്തിൽ അത്രയും പേര് ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കൂട്ടത്തല്ലായിരിക്കും. പക്ഷെ നമുക്ക് ഒരുമിച്ച് നിൽക്കാനുള്ള കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. നമ്മൾ ആ കഥകൾ ഉണ്ടാക്കിയെടുത്തു, നമ്മൾ അതിനനുസരിച്ച് വർക്കിംഗ് സൊസൈറ്റി ബിൽഡ് ചെയ്തു. ഇന്നും ഹിറ്റ്ലറെ അനുകൂലിക്കുന്നവരുണ്ട്, അതിനകത്ത് ചിലർ മാത്രം വേണ്ട എന്ന് പറയുന്ന കഥയിൽ വിശ്വസിക്കുന്നവർ. പക്ഷേ അതിനേക്കാളും മെച്ചപ്പെട്ടത് ഒരുമിച്ച് പോകുന്നതാണ്. ഹിറ്റ്ലർ ഉണ്ടാവാതിരിക്കട്ടെ. ഇതുവരെ ക്ഷമയോടുകൂടി ഇത് കേൾക്കാൻ മനസ്സ് കാണിച്ച എല്ലാവർക്കും 1000 നന്ദി.